നമസ്കാരം. ബിൽഡിംഗ് ട്രസ്റ്റ് വിത്ത് അവർ കിഡ്സ് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് എനിക്കിത് തോന്നി. നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് നല്ലൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക, അത് നമ്മുടെ ഒരു ഹെൽത്തിയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് ഒത്തിരി സഹായമാകുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നിയ കുറച്ച് ടിപ്സ് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് എനിക്ക് തോന്നിയത് ബി റിലയബിൾ ആൻഡ് കൺസിസ്റ്റൻറ്റ്. നമ്മളൊരു പ്രോമിസ് അവർക്ക് കൊടുക്കുന്നു, അത് ഉറപ്പായിട്ടും നമ്മളത് പാലിക്കണം. എസ്പെഷ്യലി കുട്ടികളുടെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അവരത് എന്തൊക്കെയാണെങ്കിലും അതൊരു ഓർമ്മയുണ്ടാവും, അവരത് മറന്നു പോകുന്നില്ല. അവരുടെ ഒരു ഉപബോധം മനസ്സിൽ അത് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരോടൊരു പ്രോമിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളത് പാലിച്ച് കൊടുക്കുക തന്നെ വേണം. ഇനി അത് പറ്റത്തില്ലാത്ത പ്രോമിസസ് നമ്മൾ കൊടുക്കണ്ട, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് തന്നെ പറ്റാവുന്ന പ്രോമിസസേ നമ്മൾ കൊടുക്കാവൂ. കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഉറപ്പായിട്ടും പാലിക്കുകയും വേണം. അതുപോലെ തന്നെ നമ്മളെപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. നമ്മൾ മാക്സിമം കാരണം അവർ കൂടുതലും നമ്മളെ കണ്ട് വളരാണ് ചെയ്യുന്നത്, നമ്മളെ നോക്കുന്നുണ്ട്, നമ്മളവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. അതായത് നമ്മളെപ്പോഴും നമ്മുടെ ആ ഒരു റൊട്ടീനും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളത് ചെയ്യുന്നുണ്ട് എന്ന് അവരത് കാണുവാണ്. അപ്പോൾ അതനുസരിച്ച് തന്നെ അവർ വളർന്നു വരാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. അത് അവരിൽ കൂടുതൽ നമ്മളോടുള്ള ട്രസ്റ്റ്, കാരണം നമ്മൾ പറയുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും എല്ലാം സെയിമാണ് എന്നൊരു വിശ്വാസം അവർക്ക് ഉണ്ടായെടുക്കുകയാണ്. അത് അവർക്ക് നമ്മിലുള്ള ഒരു വിശ്വാസം കൂട്ടാനായിട്ട് ഡെഫിനറ്റായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ പ്രോമിസസ് പാലിക്കുകയും ചെയ്യുക, നമ്മളെപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കുകയും ചെയ്യുക. അടുത്തതായിട്ട് അവരെ ആക്റ്റീവായിട്ട് നമ്മൾ ലിസൺ ചെയ്യുക. നമുക്കറിയാം കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ കേൾക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ച് അത് വലിയ കാര്യമൊന്നും ആയിരിക്കണമെന്നില്ല. നമ്മുടെ ബിസി ഷെഡ്യൂൾസ് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ചിലപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴായിരിക്കും അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് അല്ലേ. പക്ഷേ അത് അവരെ സംബന്ധിച്ച് ആ കുഞ്ഞു കാര്യങ്ങൾ ഒത്തിരി വലുതാണ് അവരുടെ ലോകത്ത്. അപ്പോൾ അവരെ ഒന്ന് കേൾക്കുക എന്ന് പറയുന്നത് ആസ് പാരൻസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ സമയം കണ്ടെത്തി തന്നെ അവരുടെ കൂടെ ഇരിക്കുക, അവരെ ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അത് എനിക്ക് എൻ്റെ അപ്പയും അമ്മയും എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ പാരൻസ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ട്രസ്റ്റ് അവർക്ക് നമ്മിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അവരെ മാക്സിമം ലിസൺ ചെയ്യുക. ഇപ്പോൾ മുതിർന്ന കുട്ടികളുടെ പാരൻസ് ആണ് ഇപ്പോൾ ഇത് കേൾക്കുന്നതെങ്കിൽ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു ശീലമില്ലെങ്കിൽ ഇനിയെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ അവരോട് ഓരോരോ കാര്യങ്ങൾ ചോദിച്ച് അവരിൽ ഓരോ കാര്യങ്ങളും പറയിപ്പിച്ച് അവർ കൂടുതൽ കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കുക. അത് നമ്മുടെ റിലേഷൻഷിപ്പ് ഒരു നല്ല ഹെൽത്തി ആക്കി മാറ്റാനായിട്ട് ഒത്തിരി സഹായിക്കും. അടുത്തതായിട്ട് വാലിഡേറ്റ് ദെയർ ഇമോഷൻസ്. അവർക്ക് പല തരത്തിലുള്ള വികാരങ്ങൾ തോന്നും ഓരോ സമയത്തും. ചില സമയത്ത് നമുക്കതുമായിട്ട് എഗ്രി ചെയ്യാനായിട്ട് പറ്റണം എന്നില്ല. എന്നിരുന്നാൽ കൂടി ആ സമയത്ത് അതൊന്ന് അംഗീകരിച്ചു കൊടുക്കുക. ചില സമയത്ത് അവരൊന്ന് കരയായിരിക്കും. അപ്പം നമുക്കത് ചിലപ്പോൾ ആ സമയത്ത് എന്തിനാ അവർ കരയുന്നത് എന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് അവർക്ക് കരയാൻ തോന്നിയിട്ടാണ് അവർ കരയുന്നത്. ചിലപ്പോൾ അവർക്ക് ദേഷ്യപ്പെടാനായിട്ട് തോന്നുന്ന സമയമായിരിക്കും. ആ സമയത്ത് അവർക്ക് ദേഷ്യം പ്രകടിപ്പിക്കാൻ തോന്നി, അതുകൊണ്ട് അവർ ചെയ്തു. അപ്പം നമ്മുടെ ആ ഒരു സമയത്തെ നമ്മുടെ ദേഷ്യം അല്ലെങ്കിൽ നമുക്ക് അവർ ആ സമയത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടല്ല ബിഹേവ് ചെയ്തത് എന്ന് നമുക്ക് തോന്നിയിട്ട് നമ്മൾ അവരോട് മിസ്ബിഹേവ് ചെയ്തിട്ട് കാര്യമില്ല. ആ സമയത്ത് അവർക്ക് അങ്ങനെ തോന്നി, നമ്മളത് മനസ്സിലാക്കുക. അതിന് ശേഷം നമുക്ക് അവർക്ക് മനസ്സിലാക്കി കുറച്ചും കൂടി അവരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് തോന്നുകയാണെങ്കിലൊക്കെ അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷേ അവരുടെ ആ ഒരു ഇമോഷൻസിന് അവർ പ്രകടിപ്പിക്കുന്ന ആ ഒരു സമയത്ത് അത് വാലിഡേറ്റ് ചെയ്യാനും അത് മനസ്സിലാക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനും ആസ് പാരൻസ് നമ്മൾ കൂടുതലും ശ്രമിക്കുക. അത് നല്ലൊരു റിലേഷൻഷിപ്പ് സ്ട്രെങ്ത്തിലേക്ക് കൊണ്ടെത്തിക്കും തീർച്ചയായും. അടുത്തതായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഷോ ഫിസിക്കൽ അഫെക്ഷൻ എന്നുള്ളതാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
നമ്മൾ കുഞ്ഞുങ്ങൾ വളരും തോറും കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ അവരെ എടുക്കും, ഹഗ് ചെയ്യും, ഉമ്മ വയ്ക്കും ഒക്കെ ചെയ്യും. പക്ഷെ കുറച്ചും കൂടി വളരുന്നതിനനുസരിച്ച് ആ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എല്ലാം സ്നേഹവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷേ നമ്മൾ അവരായിട്ടുള്ള ഒരു ഫിസിക്കൽ ഇൻറ്റിമസി കുറഞ്ഞു പോകും. അങ്ങനെ ഒത്തിരി പാരൻസിൽ അത് കാണുന്നു. വളരെ കുറച്ച് പേര് മാത്രം അത് ഈ ഒരു ഫിസിക്കൽ അഫെക്ഷൻ അവരുടെ ആ ഒരു ലൈഫിൽ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ കൂടുതൽ ആളുകളും പ്രത്യേകിച്ച് നമുക്കറിയാം അല്ലേ, ആൺകുട്ടികൾ വളർന്നു കഴിയുമ്പോഴേക്കും അവരവരുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ കുറച്ച് അകൽച്ച പാലിക്കും. അതുപോലെ പെൺകുട്ടികളാണെങ്കിലും അവരുടെ അച്ഛനോട് ഒത്തിരി ആ ഒരു ഇൻറ്റിമസി ഇല്ലാതെ വരും. പക്ഷേ നമ്മളെപ്പോഴും കുട്ടികൾ വളരുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മൾ കൊടുക്കേണ്ട ആ ഒരു ഇതായിട്ട് എനിക്ക് തോന്നി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവർ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് ഹഗ് ചെയ്യുക, ഒന്ന് കിസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വരുമ്പം അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ച് അതൊക്കെ അതിലൂടെയൊക്കെ കിട്ടുന്ന ഒരു ഫിസിക്കൽ ഇൻറ്റിമസി, അതിലൂടെ കിട്ടുന്ന ഒരു ബോണ്ടിങ്, സ്ട്രെങ്ത്ത്, അത് ഒത്തിരി ഒത്തിരി വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഒരിക്കലും മറക്കാതെ, എന്നാൽ ഒരു നമുക്ക് നാണോ എന്തോ ഒരു ഷൈയോ എന്തൊക്കെയോ കാരണം കൊണ്ടായിരിക്കാം പലപ്പോഴും പാരൻസ് അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കാത്തത്. പക്ഷേ നമ്മൾ പറയും കുഞ്ഞായിരിക്കുമ്പോൾ, വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടിയെ തലോടണം, ഉമ്മ വയ്ക്കണം, അവർ കിടന്ന് ഉറങ്ങുമ്പോൾ സംസാരിക്കണം, കെട്ടിപ്പിടിക്കണം എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവർ വളരുന്ന ആ ഒരു സമയത്ത്, വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് വലുതായാലും അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. എത്ര വന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കുഴപ്പം വരാൻ വേണ്ടി പോകുന്നില്ല. വളരെ ജെന്യുവനായിട്ട് ആ ഒരു ഫീലിങ്, ആ ഒരു ഹഗ് കൊടുക്കുന്നതിലൂടെ നമ്മുടെ കുട്ടികൾക്ക് നമ്മളോട് ഇഷ്ടം വരികയാണ് ചെയ്യുന്നത്. അവർക്ക് നമ്മളോട് സ്നേഹം കൂടുക മാത്രമേ ചെയ്യുള്ളൂ. അവർ നമ്മളെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു പോയിന്റ് എത്ര പറഞ്ഞാലും അത് തീരുന്നില്ല എന്ന് തോന്നുന്നു. അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനറ്റ്ലി ഉറപ്പായിട്ടും എല്ലാവരും ചെയ്യണം. അടുത്തതായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് അപ്പോളജൈസ് വെൻ നെസസറി. ആവശ്യമുള്ള സമയത്ത് അവരോട് ഒരു മാപ്പ് ചോദിക്കുന്നതും ഒരു സോറി പറയുന്നതും ഒന്നും ഒരു കുറച്ചിലായിട്ട് കാണരുത്. ചില സമയത്ത് നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് വരാം. കാരണം നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, പാരൻസ് ആണ്. അതെ അല്ലേ, നമ്മൾ അവരെക്കാളും കുറച്ചുകൂടി മുതിർന്ന ആളുകളാണ് എന്ന് കരുതി നമ്മുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്സ് വരില്ല എന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ ഭാഗത്തു നിന്നാണ് മിസ്റ്റേക്ക് ഉണ്ടായത് എങ്കിൽ ഉറപ്പായിട്ടും അവരോട് അതിന് ഒരു സോറി പറയുക. കാരണം ചില സമയത്ത് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. ആ സമയത്ത് അവരത് അറിയണമെന്നില്ല നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആണ്, നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അവർ വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവരോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കണം എന്നില്ല. ആ സമയത്ത് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചേക്കാം, പെട്ടെന്ന് ദേഷ്യപ്പെട്ടേക്കാം, എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞേക്കാം. ആ കുഞ്ഞു മനസ്സുകൾ എന്തുമാത്രം വേദനിക്കുന്നുണ്ട് എന്ന് അല്ലേ. ഇപ്പോൾ ഈ പറയുന്ന പോലെ എല്ലാവരും അവരുടേതായ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. ഇപ്പം ഞാനും കുഞ്ഞെന്തെങ്കിലും എന്ന് പറയുമ്പോഴത്തേക്കും ചില സമയത്ത് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം അവരുടെ ഒരു കാരണം കൊണ്ടിട്ടല്ല നമ്മളൊന്നും പറഞ്ഞത്. നമ്മുടെ ആ ഒരു സമയത്ത് ദേഷ്യം കൊണ്ടിട്ട് നമ്മളപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോയി. അവരോട് അപ്പം തന്നെ പോയി ഒന്ന് സോറി പറഞ്ഞേക്കാം. ആ കുഞ്ഞു മനസ്സുകൾക്ക് അവർക്കൊന്നും ആ ഒരു ദേഷ്യവും ഒന്നും അവരുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാനൊന്നും അവർക്ക് പറ്റത്തില്ല. അങ്ങനെ നമ്മൾ പറയില്ലേ, കുഞ്ഞു മനസ്സിൽ കള്ളയില്ലെന്ന് പറയില്ല. അവർക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ല, അവർക്ക് ദേഷ്യം ഒന്നും നമ്മളോടില്ല. അതുകൊണ്ട് തന്നെ അതപ്പം തന്നെ അവർ മറക്കും. പക്ഷേ നമ്മൾ ചെന്നൊരു സോറി പറഞ്ഞ പോട്ടയുടെ മുത്തേന്ന് പറഞ്ഞൊരു ഉമ്മ കൊടുത്താൽ അവർക്ക് ഒത്തിരി സന്തോഷമാകും. അവർക്ക് അവരുടെ മനസ്സിൽ അവർ ദേഷ്യമൊന്നും വെക്കുന്നില്ല എങ്കിൽ കൂടി നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, നമ്മൾ ആ ഒരു സമയത്ത് പറഞ്ഞ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് വിഷമമായ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സോറി പറഞ്ഞേക്കാം. അതോടുകൂടി അവരുടെ ആ ഒരു സങ്കടം അങ്ങ് പോയി കിട്ടും. ദ ഷോ ഇൻട്രസ്റ്റ് ഇൻ ദെയർ ലൈഫ്. നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് വ്യത്യസ്തമായ ഇൻട്രസ്റ്റുകളും ഹോബികളും ഒക്കെ ആയിരിക്കും ഉള്ളത്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ, അവരുടെ ഇൻട്രസ്റ്റും ഹോബിയൊക്കെ നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണ് എന്ന് അവർക്ക് തോന്നണം. അതിന് വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ ഡാൻസ് ഇഷ്ടമാണുള്ള ഒരു കുട്ടിയാണെങ്കിൽ അത് പഠിപ്പിക്കാനായിട്ടും ഒക്കെ നമ്മൾ കൂടുതൽ ഉത്സാഹം കാണിക്കുക. അവരോട് ഒരുമിച്ചിരുന്ന് അവർക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ ഒരു ഫുട്ബോൾ ഇഷ്ടമുള്ള കുട്ടിയാണെങ്കിൽ അവരോട് ഒരുമിച്ചിരുന്ന് ഫുട്ബോൾ കാണുക. അപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ നമ്മുടെയും കൂടെ ഇഷ്ടമാക്കുക. അപ്പോൾ അവർക്ക് നമ്മളോടുള്ള ആ ഒരു ഇഷ്ടം, സ്നേഹം, വിശ്വാസം എല്ലാം
ഒന്നിനൊന്നിനായിട്ട് കൂടി വരികയുള്ളൂ. കാരണം നമ്മൾ അവരുടെ ഒപ്പം ഉണ്ടല്ലോ. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ പാരൻസ് എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ, ഫീലിംഗ് കംഫർട്ടബിൾ, അത് അവർക്കത് ഈ ഒരു ആക്ഷനിലൂടെ അത് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഷോ അപ്രിസിയേഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ളവരായിരിക്കാം. അപ്പോൾ അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു നന്ദിയോടുകൂടി ഒരു വാക്ക് പറയുമോ, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ അവർ ചെയ്ത് കഴിയുമ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡും ആസ് പാരൻസ് നമുക്കുണ്ടായിരിക്കണം. കേൾക്കുമ്പോൾ വളരെ ചെറിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും എന്താ പറയുക, നമ്മുടെ ലൈഫിലൊക്കെ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡും അതുപോലെ ഒരു അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു കുട്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് നന്നായി എന്നൊരു വാക്ക് അവരുടെ ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിട്ട് ചില സമയത്ത് മാറിയേക്കാം. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡും, അത് നമ്മൾ നമ്മൾ അവരോട് ഒരു കാര്യം അവർ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ, അവരുടെ ഭാഗത്തുനിന്ന് ഒരു നല്ലൊരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും ആസ് പാരൻസ് നമ്മൾ മറന്നു പോകരുത്. ഇതെല്ലാം വളരെ ചെറിയ ചെറിയ ടിപ്സാണ്, പക്ഷേ നമ്മുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളുമായിട്ടുള്ള ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന കുഞ്ഞ് ടിപ്സാണ്. ചെയ്ത് നോക്കുക, അഭിപ്രായം പറയണം എല്ലാവരും. ഒരുപാട് യൂസ്ഫുൾ ആവും നമ്മൾ ഈ കുറേ കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാവുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേൾക്കുന്നവർ കൂടുതൽ പേരും പാരൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പറയാണ്, എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ലൊരു ഭാവിയിലേക്ക് അവരെ എത്തിക്കാനായിട്ടാണല്ലോ അവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടാക്കാനൊക്കെയാണല്ലോ നമ്മളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഒത്തിരി സഹായിക്കുന്ന കുറച്ച് ടിപ്സാണ്. അപ്പം വരും വീഡിയോകളിൽ നമുക്ക് കൂടുതലായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.